Hello everyone, welcome back to Edu 2.0 Plus 2 Accountancy. ഓണപരീക്ഷ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് പ്രോബ്ലംസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ പ്രോബ്ലംസ് ഏതൊക്കെയാണ്, എത്ര മാർക്കിനാണ് വരിക, നിങ്ങൾ എത്രത്തോളം ഓരോന്നും കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള വീഡിയോ ആണിത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ഓണം സീരീസ് പോലെ ഇടുകയാണ്. അതായത് മിസ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു 10 പ്രോബ്ലംസ് ആണെന്ന് വിചാരിക്കാം. ആ 10 പ്രോബ്ലംസും 10 വീഡിയോ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. നമുക്ക് എക്സാം വരുന്നത്, ഓണപരീക്ഷ വരുന്നത് 11th സെപ്റ്റംബർ 2024 ആണ് നമുക്ക് എക്സാം വരുന്നത്. 11th അക്കൗണ്ടൻസി കേട്ടോ. അക്കൗണ്ടൻസി എക്സാമിന് 11th. ഇടയിൽ നമുക്ക് 6, 7, 8 3 ദിവസം മുടക്കുണ്ടെങ്കിൽ പോലും 9ാം തീയതി പിന്നീട് നമുക്ക് എക്സാം വരുന്നത് സ്റ്റാറ്റ്യൂർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പിന്നെ 10ാം തീയതി ഇക്കണോമിക്സ്, 11ാം തീയതി അക്കൗണ്ടൻസി. അപ്പോൾ എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ബിസിനസ് 3 നമുക്ക് അടുപ്പിച്ചിട്ടാണ്. അപ്പോൾ 3 ദിവസം ഇടയിൽ ലീവ് കിട്ടുന്നത് നിങ്ങൾ കംപ്ലീറ്റ് അക്കൗണ്ടൻസിയും എക്കണോമിക്സും സ്റ്റാറ്റ്യൂന്നും പഠിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ സെറ്റാക്കി വെക്കുക കയ്യിൽ. നല്ല എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്, ശ്രദ്ധിക്കണം. ഓരോന്ന് എത്ര മാർക്കിന് വരുന്നു നോക്കണം. പിന്നെ ഇപ്പം തന്നെ പഠിക്കാൻ തുടങ്ങാത്ത കുട്ടികളുണ്ട്, എക്സാമിൻ്റെ തലേദിവസം നോക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല പോലെ ഈ പ്രോബ്ലംസ് പഠിക്കാം. പ്രോബ്ലംസിന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ 80 മാർക്കിനുള്ള AFS കുട്ടികൾക്ക് ഒരു 30, 35, 40ൻ്റെ അടുത്തും, അതേപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡുകാർക്ക് 30 മാർക്കും നമുക്ക് എങ്ങനെ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് സെക്യൂർ ചെയ്തിട്ടാണ് വെക്കാം. അപ്പോൾ ഏതൊക്കെ പ്രോബ്ലംസ് ആണ് പഠിക്കേണ്ടത് നോക്കാം. 2 പാർട്ടാണ് നമുക്ക് എക്സാമിനുള്ളത്. പാർട്ട് 1 സെക്ഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. മിസ് ഇതിൽ പാർട്ട് 1 ആണ് എടുത്തിരിക്കുന്നത്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനും AFSകാർക്കും ഒരേപോലെ വരുന്ന പ്രോബ്ലംസ് ആണ് എടുത്തിരിക്കുന്നത്. AFSും CUം സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലെ പാർട്ട് 1 2 ചാപ്റ്റേഴ്സാണ്. 2 ചാപ്റ്റേഴ്സിൽ നമുക്ക് ഫസ്റ്റ് പാഠം കംപ്ലീറ്റും, സെക്കൻഡ് ചാപ്റ്റർ ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ വരെയാണ് പോർഷൻ. പക്ഷേ അക്കോർഡിംഗ് ടു യുവർ സ്കൂൾ ടീച്ചേഴ്സിനനുസരിച്ചിട്ട് മാറും. ചില സ്റ്റുഡൻസിന് റിവാലുവേഷൻ, അതായത് ഗുഡ്വില്ലിൻ്റെ കംപ്ലീറ്റ് പോർഷനൊക്കെ എടുത്തു കഴിഞ്ഞവരുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് ചിലപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ നിന്നൊക്കെ പ്രോബ്ലംസ് ഇടാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടിയും പഠിക്കാം. മിസ് ഇവിടെ വരെ ഇപ്പോൾ മിഡ് ടേം പരീക്ഷയുടെ ആ ഒരു സിലബസ് വരെ ഇടുന്നുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, +2 കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് എക്സാം സ്പെഷ്യലായിട്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 1 ബേസിക് കൺസെപ്റ്റ് ആണ്. പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ്. ഈ പാഠത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെന്ന് വെച്ചാൽ കുഞ്ഞു പ്രോബ്ലംസും, അതിപ്പോൾ 8 മാർക്കിനുള്ള പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫൈനൽ എക്സാം വരെ ഇല്ല. പക്ഷേ 2 അക്കൗണ്ടുകൾ 8 മാർക്കിന് നമുക്ക് ചോദിക്കാം. സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 5 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഓൺ ഫൈനൽ എക്സാം. മാർച്ചിലെ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ പ്രോബ്ലം. നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. ആ ഒരു അക്കൗണ്ട് എങ്ങനെ ചെയ്യാം, എങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം, എമൗണ്ടുകളൊക്കെ നമ്മൾ അതിൽ പറയും കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരിക്കും. ആരും അതിന് ടെൻഷൻ ആവണ്ട, നിങ്ങൾക്ക് ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതിയാവും, എല്ലാം കിട്ടും. പിന്നെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ഇതേപോലെ തന്നെ 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാം. 2 മെത്തേഡിൽ പഠിക്കണം, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലും ഫിക്സഡ് മെത്തേഡിലും പഠിക്കണം. ഇതിലെ ചിലപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് 8 മാർക്കിന് ചോദിക്കും ടീച്ചേഴ്സ്. നമുക്ക് അതിനും ചാൻസ് ഉണ്ട്. കാരണം ഓണപരീക്ഷയ്ക്ക് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ചാൻസ് ആണ്. അപ്പോൾ 2 എണ്ണം കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 8 മാർക്കിന് പഠിക്കുക. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാനും പഠിക്കണം, 2 കൂടി ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാനും പഠിക്കണം. അപ്പോൾ 2 കൂടി ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ബാലൻസ് ചെയ്യുന്നത് PL അപ്രോപ്രിയേഷൻ ആണ്. അതിൻ്റെ ബാലൻസ് ഫിഗർ ആണ് പാർട്ട്നേഴ്സിന് കൊടുക്കുക. അതൊക്കെ നമ്മൾ അതിൽ അറിയണം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. സെപ്പറേറ്റ് PL അപ്രോപ്രിയേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് PL അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു, പാർട്ട്നേഴ്സിനെ ഷെയർ ചെയ്ത് കൊടുത്ത് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതാത് എമൗണ്ടുകളെല്ലാം എഴുതി ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തിരുന്നു, അത്രയേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 2 കൂടി ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം PL അപ്രോപ്രിയേഷൻ ബാലൻസ് ചെയ്തിട്ട് ആ എമൗണ്ട് നമ്മൾ ക്യാപിറ്റലിലേക്ക് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യണം. അതാണ് ഈ മാർക്കുകളുടെ വ്യത്യാസം. 8 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, 5 മാർക്കിനും 4 മാർക്കിനും സെപ്പറേറ്റ് ചോദിച്ചാൽ പിന്നെ അത്ര വലിയ ഇഷ്യൂ വരുന്നില്ല. അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് നമുക്ക് ചോദിക്കാവുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. 2 മാർക്ക് 3 മാർക്കാണ്. ഇത് നമുക്ക് ഫൈനൽ എക്സാമിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ടീച്ചേഴ്സ് ഇടും. അതായത് ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ പെർസെൻറ്റേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവാം. അത് നമ്മൾ മന്ത്ലി കാണേണ്ടി വരാം, ഇയർലി കാണേണ്ടി വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കൊല്ലം കംപ്ലീറ്റ്
ഇപ്പോൾ ഒരാളുടെ കയ്യിൽ തുടക്കത്തിൽ 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആ 5 ലക്ഷം രൂപയിൽ നിന്ന് 50,000 രൂപ ആൾ വിഡ്രോ ചെയ്തു എന്ന് ചിലപ്പോൾ ഓഗസ്റ്റ് ഏതെങ്കിലും ഒരു മന്ത് തരും. അക്കൗണ്ടിങ് ഇയർ ക്ലോസ്ഡ് ഓൺ മാർച്ച് തരാണ് എനിക്ക്. അങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ജസ്റ്റ് പെർസെൻറ്റേജ് കണ്ടെച്ചാൽ മതി. അങ്ങനെയല്ല. വിഡ്രോ ചെയ്യുന്നുണ്ട് എങ്കിൽ ഏത് മാസത്തിലാണോ വിഡ്രോ ചെയ്യുന്നത് അവിടെ മുതൽ മാർച്ച് വരെയുള്ള മാസത്തെ കണ്ട് മൈനസ് ചെയ്യണം, എമൗണ്ട് മൈനസ് ചെയ്യണം ഇൻട്രസ്റ്റിൽ നിന്ന്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് 2 മാർക്ക് 3 മാർക്ക്. നമ്മളിത് സെപ്പറേറ്റ് ചെയ്യും കേട്ടോ, ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യും. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. വിഡ്രോ ചെയ്യുമ്പോഴും ഇപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ 2 സെക്ഷൻ രീതിയിൽ പഠിക്കണം. അതായത് ഡ്രോയിങ്സ് വരുമ്പോൾ വിഡ്രോ ഓൺ പേഴ്സണൽ യൂസ് വരുമ്പോഴും അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും രണ്ടും വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാം. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഡ്രോയിങ്സ് വരുമ്പോൾ നമ്മൾ ആ ഇൻട്രസ്റ്റ് ലെസ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, വിഡ്രോ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോയി, അഡീഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനാണ് വരിക. ആ ഒരു വ്യത്യാസമാണ് മിസ് പറഞ്ഞത്. 2 രീതിയിൽ നിങ്ങളത് ചെയ്യാൻ പഠിക്കണം. അതായത് ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടും വരാം. അതായത് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തരാം. 5 ലക്ഷത്തിൽ നിന്ന് 50,000 വിഡ്രോ ചെയ്തു, എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഡേറ്റും ഒക്കെ തരും. അതേപോലെ അഡീഷണൽ ക്യാപിറ്റല് സെപ്പറേറ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തരാം. അപ്പോഴും 2 മാർക്ക്. രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടും വരേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ വിഡ്രോ ചെയ്യുകയും ചെയ്തു. അവിടെയാണ് നമുക്ക് കോംപ്ലിക്കേഷൻസ് വരിക. അതായത് അപ്പോൾ എത്ര മാസം കാണണം, കുറയ്ക്കണോ, ആഡ് ചെയ്യണോ. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 രീതിയിലും പഠിക്കുക. അപ്പോഴാണ് അത് 3 മാർക്കിലേക്ക് പോവുക. ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ഇതിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ടൊക്കെ ക്ലിയർ ആവട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമുക്ക് ഇനി ഇതിന് ശേഷമുള്ള വീഡിയോസ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെയാണ് വരിക, ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള സംശയം ഉണ്ടായിരിക്കാം, അവർക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. കാരണം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് 2 മെത്തേഡിലാണ് ചെയ്യാനുള്ളത്. 2 മെത്തേഡ് എന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് വൺ ആവറേജ് പീരിയഡ് മെത്തേഡാണ്. ആവറേജ് പീരീഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ബിഗിനിങ്ങിലെ ബിഗിനിങ്, മിഡിൽ, എൻഡ് 3 എണ്ണത്തിൽ നമുക്ക് ആവറേജ് പീരീഡുകൾ പഠിച്ചിട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. 5.5, 6, 6.5 ഡിവൈഡഡ് ബൈ 12 ഉണ്ട് കേട്ടോ എല്ലാത്തിലും. ഇങ്ങനെ വെച്ചിട്ട് 3 പീരീഡിലും കാണാനായിട്ട് ചോദിക്കും. അപ്പോൾ അതെന്താണ്? ആവറേജ് പീരീഡ് മെത്തേഡാണ്. രണ്ടാമത്തതാണ് പ്രോഡക്റ്റ് മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈം, ഡിഫറെൻറ്റ് മന്ത്, ഡിഫറെൻറ്റ് എമൗണ്ട്, വ്യത്യസ്തമായ മാസങ്ങളിൽ വ്യത്യസ്തമായ എമൗണ്ടുകൾ വിഡ്രോ നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് വഴിയാണ് ചെയ്യുക. അതായത് കോളം വൈസ് ഒക്കെ വരച്ചിട്ട് ചെയ്യണം. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം ഓരോ വീഡിയോ ആയിരിക്കും. ഇനി 5 മിനിറ്റിൻ്റെ 6 മാർക്കിൻ്റെ മാക്സിമം ഒരു 7 മിനിറ്റ് 8, 10 മിനിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ല അതിൽ. അപ്പോൾ അത്രയും മിനിറ്റിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഓരോന്നോരോന്ന് അപ്പം പഠിക്കാനുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ പിന്നീടാണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ്. ഇത് പഠിക്കണം എന്ന് പറയാനായിട്ട് A+ വിന്നേഴ്സ് അതുപോലെ തന്നെ നല്ല മാർക്ക് എനിക്ക് വേണം എന്ന് വാശിയുള്ള കുട്ടികൾ ഇത് പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫൈനൽ എക്സാമിന് റെയർ എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്യാരണ്ടി ഓഫ് എ പ്രോഫിറ്റ്. അത് മേ ബി ചാൻസ് ആണ്, അത് 50-50 ചാൻസ് ആണ്. പക്ഷേ ഓണപരീക്ഷയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഗ്യാരണ്ടി ഓഫ് എ പ്രോഫിറ്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു പാർട്ട്ണർക്ക് ഗ്യാരണ്ടി പറയുകയാണ് ഇത്ര പ്രോഫിറ്റ് തരാമെന്നുള്ളത്. അപ്പോൾ ഇതും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ പേര് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തന്നെയാണ്. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി എങ്ങനെ ചെയ്യാമെന്ന് അറിയണം. നമ്മൾ വിചാരിക്കും നോർമലി ചെയ്യുന്ന പോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും സാലറി കൊടുക്കണം, അങ്ങനെയൊന്നുമല്ല. ഗ്യാരണ്ടി ഇപ്പോൾ ഒരു പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ ആൾക്ക് എത്ര ഗ്യാരണ്ടി ഉണ്ട്, നീ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും എനിക്ക് ഇത്ര തരാമെന്ന് ഉറപ്പ് പറയണം. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, പ്രോഫിറ്റൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു വെക്കുന്നതും എങ്ങനെയാണ് അതിൻ്റെ അപ്രോപ്രിയേഷൻ വരുന്നതും കാണിക്കാനാണ് ഇവിടെ നമ്മൾ P&L അപ്രോപ്രിയേഷൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രോബ്ലം വൈസ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഷുവറായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾ നോക്കൂ മാർക്ക് എത്രയാണ്, 5, 9, 11, 12, 18, 10, 20 മാർക്ക് അപ്പം തന്നെ ആയി ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, പിന്നീട് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ആണ്. ഇവിടെ റിവാലുവേഷൻ്റെ പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് ന്യൂ റേഷ്യോ കാൽക്കുലേഷനും സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേഷനാണ്. ന്യൂ റേഷ്യോ കാൽക്കുലേഷൻ നമുക്ക് ഒരു പല ടൈപ്സുകളുണ്ട്. അതായത് ന്യൂ റേഷ്യോ ഒരെണ്ണം തന്നെ ഉള്ളൂ. നമുക്ക് റേഷ്യോ എന്താ പറയുക, അതായത് പുതിയൊരു പാർട്ട്ണർ വന്നു, അയാൾക്ക് ഇത്ര കൊടുത്തു, ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാം, അതൊരു ടൈപ്പാണ്. പിന്നത്തെ ടൈപ്പ് പഴയ പാർട്ട്നേഴ്സിൻ്റെ
ഷെയറിൽ നിന്ന് അവർ കൊടുക്കുന്നു, ഇത്ര ഭാഗം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു ടൈപ്പാണ്. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവിടെ പഠിക്കണം. ഇതേപോലെ തന്നെ 3 മാർക്ക് 4 മാർക്കിന് വരെ പോകാറുണ്ട്. സാക്രിഫൈസിങ് റേഷ്യോയും അതേപോലെ 2 മാർക്കിന് ചോദിക്കും. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് 4 മാർക്കിന് ചോദിക്കും കേട്ടോ. സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുക, ഓൾഡ് മൈനസ് ന്യൂ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ് റേഷ്യോ. ദെൻ പിന്നീട് നമുക്ക് ഇതിന് വരേണ്ടത് ഗുഡ് വിൽ കാൽക്കുലേഷൻ ആണ്. ഗുഡ് വിൽ കാൽക്കുലേഷൻ എന്താ? ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാത്ത ഓണപരീക്ഷ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ നമുക്ക് പ്രോബ്ലം ആയിട്ട് പഠിക്കാനുള്ളൂ. അക്കൗണ്ടൻസിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, നമ്മൾ പഠിച്ച അതേ പ്രോബ്ലം എമൗണ്ട് വ്യത്യാസത്തിൽ മാത്രം വരുന്നേ ഉള്ളൂ. അല്ലാതെ ടഫ് ഉള്ളത് നോക്കിയിടുക അങ്ങനൊന്നുമില്ല. പറഞ്ഞത് പഠിക്കുക, പറഞ്ഞ പ്രോബ്ലം അതിനോടനുബന്ധിച്ച തിയറീസ്. ഗുഡ് വിൽ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്, 4 മാർക്കിനുണ്ട്. ഇത് നമുക്കൊരു പല ടൈപ്പ് ഉണ്ട്. അതായത് ഏവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, അതുപോലെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഇത് രണ്ടുമാണ് ഏറ്റവും ഷുവർ ക്വസ്റ്റ്യൻ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കാണ് നമുക്ക് വരിക. പിന്നീട് ഓണപരീക്ഷ അല്ലേ എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, ക്യാപിറ്റലൈസ്ഡ് ആവറേജ് പ്രോഫിറ്റും അതുപോലെ തന്നെ ക്യാപിറ്റലൈസ്ഡ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും വരും. പിന്നെ വെയ്റ്റഡ് ആവറേജ് ഒരെണ്ണം എടുക്കുന്നുണ്ട്, ഒരു 5ാമത്തെ ടൈപ്പ് വെയ്റ്റഡ് ആവറേജ്. അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം അത് എളുപ്പമാണ്. വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് 0, 1, 2, 3 അവർ പറയുന്ന വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഗുഡ് വിൽ കാൽക്കുലേഷൻ സെപ്പറേറ്റ് നമ്മളൊരു പ്രോബ്ലം എന്തായാലും എല്ലാത്തിനും സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഏവറേജ് പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റ്, ഇത് രണ്ടും നല്ലപോലെ പഠിക്കുക. ഇത് രണ്ടുമാണ് നമുക്ക് ഫൈനൽ എക്സാം വരെ ഇമ്പോർട്ടൻസ്. പക്ഷേ ഓണപരീക്ഷ ആയതുകൊണ്ട് മാത്രം നല്ല പിടിച്ചിരുന്ന ടീച്ചേഴ്സാണ്. നിങ്ങളെ ടീച്ചേഴ്സ് കുറച്ച് നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എളുപ്പമുള്ളത് ഇല്ല എങ്കിൽ മാത്രമാണ് ഈ ക്യാപിറ്റലൈസർക്ക് വേണ്ടിയിരിക്കും പോയാൽ മതി. എന്ന് വെച്ചാൽ തീരെ അറിയാതിരിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 4 അല്ലെങ്കിൽ 5, 2 അല്ലെങ്കിൽ 3 എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ AFS കുട്ടികൾക്ക് ചിലപ്പോൾ 3 മാർക്ക്, 2 മാർക്കിൻ്റെ 3 മാർക്കിന് ചോദിക്കാം. അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. അവർക്ക് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടണ്ടേ, അതുകൊണ്ട് മാത്രം കേട്ടോ. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കാനുള്ളത്. നല്ല പ്രോബ്ലംസുകൾ തന്നെയാണ്. അതായത് ഓണപരീക്ഷയ്ക്ക് 2 പാഠമുള്ള, അപ്പോൾ 2 പാഠം മുൻനിർത്തിയിട്ടെല്ലാം നിങ്ങൾ ആ മാർക്ക് ആലോചിച്ച് പഠിക്കുക. ഓരോന്ന് എത്ര മാർക്കിനാണ് വരിക, അപ്പോൾ ആ മാർക്കിനോളം ഞാൻ കണ്ടുപിടിക്കാം. 2 മാർക്ക് 3 മാർക്കൊക്കെ ഞാൻ തട്ടിക്കളയട്ടെ എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കുക, അതൊക്കെ നല്ല എളുപ്പമാണ്. ഓരോ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെ വാല്യൂ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോഴാണ് അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മളിതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നാലെ ഞാൻ സീരീസ് പറഞ്ഞ പോലെ സീരീസ് വഴി ഓരോരോ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ആരും ഇതിന് ടെൻഷൻ ആവണ്ട കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയി എങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.